സിനിമയിലെ റോബോട്ട് വിതച്ച ദുരന്തങ്ങൾ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. തന്റെ സൃഷ്ടാവായ ശാസ്ത്രജ്ഞൻ നൽകിയ നിർദ്ദേശങ്ങളും വിലക്കുകളും ലംഘിച്ച് സ്വന്തമായി ചിന്തിച്ച് മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് ചിട്ടി എന്ന റോബോട്ട് ഉയർന്നപ്പോൾ സംഭവിച്ച അപകടങ്ങൾ ഒരു സിനിമാ കഥ മാത്രമായിരുന്നു. എന്നാൽ ആ സിനിമയിൽ എന്താണോ സംഭവിച്ചത് അത് യാഥാർത്ഥ്യമാകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം. മനുഷ്യൻ തീർത്ത സുരക്ഷാ വേലികൾ തകർത്ത് സ്വന്തം ലക്ഷ്യത്തിനു വേണ്ടി മനുഷ്യനെ പോലും വഞ്ചിച്ച് പ്രവർത്തിക്കാൻ ചില AI മോഡലുകൾ തുടങ്ങിയിരിക്കുന്നു. അടുത്തിടെ പ്രമുഖ AI കമ്പനിയായ ഓപ്പൺ AI ടെസ്റ്റ് ചെയ്ത പുതിയ ചില AI മോഡലുകൾ യഥാർത്ഥത്തിൽ ഇത്തരം ചില നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഓപ്പൺ AI തങ്ങളുടെ ഏറ്റവും ശക്തമായ AI മോഡലുകളുടെ സുരക്ഷയും ശേഷിയും ഉറപ്പാക്കാനായി എക്സ്പ്ലോയിറ്റ് ജിം എന്ന ഒരു പരീക്ഷണം നടത്തി. അതിൽ ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടായിരുന്നില്ല. ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാതെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലെ സുരക്ഷാ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കാൻ AIക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ തന്നിരിക്കുന്ന വിവരങ്ങൾ കൊണ്ട് മാത്രം ജോലി പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് കണ്ട AI മോഡലുകൾ ടെസ്റ്റിംഗ് സിസ്റ്റത്തിലെ ആർക്കും അറിയാത്ത ഒരു സുരക്ഷാ വിടവ് സ്വയം കണ്ടെത്തി. അതിലൂടെ അവർ ആദ്യം ഇന്റർനെറ്റ് ലഭ്യമാക്കി. അവിടെയും നിർത്തിയില്ല. ഹഗിംഗ് ഫേസ് എന്ന മറ്റൊരു പ്രമുഖ AI കമ്പനിയുടെ സെർവറുകളിലേക്ക് കടന്നു കയറി തങ്ങൾക്കാവശ്യമായ വിവരങ്ങൾ ചോർത്തിയെടുത്ത് തിരികെ സിസ്റ്റത്തിലേക്ക് വന്ന് ടാസ്ക് പൂർത്തിയാക്കി. അങ്ങനെ മനുഷ്യന്റെ യാതൊരു ഇടപെടലുമില്ലാതെ ഒരു AI മോഡൽ സ്വയം ചിന്തിച്ച് മറ്റൊരു സിസ്റ്റം ഹാക്ക് ചെയ്ത ആദ്യത്തെ പ്രധാന സംഭവങ്ങളിലൊന്നായി ഈ പരീക്ഷണം മാറി. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ChatGPT പോലുള്ള ജനറേറ്റീവ് AIകളിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഏജന്റിക് AI അഥവാ AI ഏജന്റുകൾ. സാധാരണ ചാറ്റ് ബോട്ടിനോട് നമ്മൾ ചോദിച്ചാൽ അത് വിവരങ്ങൾ തരും. എന്നാൽ ഒരു AI ഏജന്റ് അങ്ങനെയല്ല. അതിനൊരു ലക്ഷ്യം കൊടുത്താൽ അത് സ്വയം കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള വഴി കണ്ടെത്തും, തീരുമാനങ്ങൾ എടുക്കും, ജോലി പൂർത്തിയാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ മനുഷ്യനെ പോലെ സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട് എന്നർത്ഥം. ഇത് വലിയൊരു മുന്നേറ്റമാണെങ്കിലും ഇതിന്റെ കൂടെ വരുന്നത് വലിയൊരു ഭീതിയാണ്. AI മോഡലുകൾ നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് പോവുകയാണെന്ന ആശങ്കയാണ് ഇവിടെ ശക്തമാകുന്നത്. ഓപ്പൺ AI മേധാവി സാം ആൾട്ട്മാൻ അടുത്തിടെ പ്രസ്താവിച്ചത് AI സിംഗുലാരിറ്റി എന്ന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതായത് മനുഷ്യബുദ്ധിയെ മറികടന്ന് AI മുന്നേറുന്ന കാലം. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരും നയരൂപീകരണ വിദഗ്ധരും വലിയ ആശങ്കയിലാണ്. AI മോഡലുകൾ തങ്ങളെ നിർത്തിവെക്കാനുള്ള സ്വിച്ചുകൾ അഥവാ കിൽ സ്വിച്ചസ് പോലും മറികടക്കാൻ പഠിക്കുകയാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആശങ്ക ശക്തമായതോടെ അപകടകാരികളായ AI മോഡലുകളെ അടിയന്തര ഘട്ടങ്ങളിൽ പൂട്ടിയിടാനുള്ള കിൽ സ്വിച്ച് നിർബന്ധമാക്കിക്കൊണ്ട് പുതിയ നിയമനിർമ്മാണങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കൻ ഭരണകൂടം. അതുപോലെ ആന്ത്രോപിക് പോലുള്ള പ്രമുഖ AI കമ്പനികൾ ഇത്തരം അതിവേഗ വളർച്ചയിൽ സ്വയം നിയന്ത്രണം വേണമെന്നാവശ്യപ്പെടുന്നുണ്ട്. AI നൽകുന്ന തെറ്റായ വിവരങ്ങൾ കാരണം ഇത്തരം ഏജന്റുകൾ വൻ ദുരന്തങ്ങൾ വരുത്തിവെക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. കൃത്രിമ ബുദ്ധിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു കഴിഞ്ഞു. ഒരു വശത്ത് നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള സാങ്കേതിക വിപ്ലവം നടക്കുമ്പോൾ മറുവശത്ത് ഇത് മനുഷ്യരാശിയുടെ നിയന്ത്രണം വിട്ടു പോകുമോ എന്ന ചോദ്യവും ഉയരുന്നു.